ഈ കേരളത്തിന് ഭീഷണിയായിട്ടുള്ള മൗനി വർഗീയവാദികളുണ്ട്. അവരും മൗനം വെടിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാത്രമല്ല നിയമത്തെ വരെ കവച്ചു വെച്ചുകൊണ്ട് സർക്കാർ അവർക്ക് കുടപിടിക്കുന്ന അവസ്ഥയും. ഈ ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ യഥാർത്ഥ മതേതരവാദികൾ ഒരുമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമസ്കാരം. അപ്പോ ഈ ഹിജാബ് വിഷയത്തില് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് 8-9 വർഷങ്ങൾക്ക് മുൻപ് ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള CBSE സ്കൂളിൽ ആസൂത്രിതമായിട്ട് 10-12 വർഷങ്ങൾ കൊണ്ട് ഒരു പ്രത്യേക വിഭാഗം കുട്ടികളുടെ സംഖ്യ വർദ്ധിപ്പിച്ച് അതിനുശേഷം അവിടെ പിന്തുടർന്നിരുന്ന ചില സിസ്റ്റംസ് നിർത്തണം എന്നുള്ള ആവശ്യവുമായിട്ട് ഈ പ്രത്യേക വിഭാഗം പ്രശ്നമുണ്ടാക്കുകയും അവരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ സ്കൂൾ മാറ്റുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അങ്ങനെ ഭൂരിഭാഗം വരുന്ന കുട്ടികളെയും പിൻവലിച്ചാൽ സ്കൂൾ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും എന്നുള്ള അവസ്ഥ വന്നപ്പോ ഈ പ്രത്യേക മതവിഭാഗത്തിന് മുന്നിൽ സ്കൂളിന് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ഒരു സാഹചര്യം. ഇപ്പോ പള്ളുരുത്തി സ്കൂളിന്റെ വിഷയത്തിലും പുറത്തേക്ക് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ സ്കൂള് കീഴടങ്ങോ ഇല്ലേ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതായത് ഒത്തുതീർപ്പായതിനു ശേഷവും ഈ വിവാദങ്ങളിൽ ഉൾപ്പെട്ട കുട്ടി വി ശിവൻകുട്ടിയുടെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രം തീരുമാനമെടുക്കുന്നതിൽ ചാഞ്ചാട്ടം കാണിച്ചിട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോ അവരവരുടെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത് വരെ സ്കൂളിൽ നിന്ന് TC വാങ്ങുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. അന്ന് വ്യക്തമായിട്ട് സ്കൂൾ മാനേജ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മേലും ഹിജാബ് വിഷയത്തെ അനുകൂലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വർഗീയ ശക്തികളുടെ സമ്മർദ്ദമുണ്ട് എന്നുള്ളത്. ഇപ്പോ പുറത്തേക്ക് വരുന്ന വാർത്ത ഈ വർഗീയ ശക്തികൾ വിജയിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ തന്നെ നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഒരേ ദമ്പതികളുടെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളെ ഈ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് TC വാങ്ങിക്കൊണ്ടുപോകുന്നു, എന്നിട്ട് മറ്റൊരു സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. അത് മുസ്ലിം സമുദായത്തിലുള്ള 2 കുട്ടികളാണ്. ഇനിയും അത്തരക്കാരുടെ എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല അവര് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിന്റെ പേരും വളരെ ശ്രദ്ധേയമാണ്. തോപ്പുംപടിയിലുള്ള അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലേക്കാണ് ഈ കുട്ടികളെ മാറ്റുന്നത്. അതായത് നമ്മുടെ ഈ കേരളത്തില് മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാത്തവര് ഇനിയുമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ലോകമെമ്പാടും ഈ ഒരു വിഷയം വിവാദമാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗം വർഗീയ ശക്തികളുണ്ട് എന്നുള്ളതും അവരുടെ തന്നെ അജണ്ടയാണ് കേരളത്തിലും SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള വർഗീയ ശക്തികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ടും മതേതരത്വത്തിന്റെ പേരിൽ കുഴിയിലേക്ക് ചാടാൻ കാത്തിരിക്കുന്നവര് നിരവധിയുണ്ട് ഈ കേരളത്തിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ മതേതരത്വം പറയുന്നവര് ഭാവിയില് നിസ്കാരമുറി കൂടി തയ്യാറാക്കി നൽകാൻ സ്ഥലം കണ്ടുവെച്ചോളൂ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ പലപ്പോഴും പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളിൽ 10-15% വരുന്ന വ്യക്തികൾ മാത്രമാണ് വർഗീയവാദികളായിട്ടുള്ളത്. അവരാണ് പ്രത്യക്ഷമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇടപെടുന്നത്. പക്ഷേ ബാക്കിയുള്ള 85% വരുന്ന ആളുകളുടെ മൗനവും രാജ്യത്തിന് ഭീഷണി തന്നെയാണ് എന്നുള്ളത്. ആ മൗനം പാലിക്കുന്നവരും വർഗീയവാദികൾക്ക് കുടപിടിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സ്ഥിതി എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. അതിനുള്ള കാരണം ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2011 ശേഷമുള്ള, അതായത് അവസാനമായിട്ട് സെൻസസ് രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള 2023 വരെയുള്ള ജനന മരണ കണക്കുകൾ മാത്രം കണക്ക് കൂട്ടിയാൽ തന്നെ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 40% മുകളിലായി കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള സ്കൂളിൽ ആസൂത്രിതമായി മതേതരത്വം പറഞ്ഞ് കടന്നു കയറി അവസരം വരുമ്പോൾ തലപൊക്കുക. ആദ്യം തലപൊക്കുന്നത് വർഗീയവാദികളാണെങ്കിലും പിന്നീട് അവർക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നത് ഈ മൗനം പാലിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യം. ചുരുക്കത്തിൽ കേരളത്തിൽ ഇപ്പോ മൗനം പാലിക്കുന്ന വർഗീയവാദികളും മൗനം വെടിയുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇനി ഈ പള്ളുരുത്തിയിലെ സ്കൂളിന്റെ ധൈര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോടതി തന്നെ എന്ന് പറയേണ്ടി വരും. പലപ്പോഴും മുൻപത്തെ കോടതി വിധി എന്ന് പറഞ്ഞു പോകാറുണ്ടെങ്കിലും എന്തായിരുന്നു കേരളത്തിൽ ഹിജാബ് വിഷയം മുൻപ് തലപൊക്കിയപ്പോ കോടതിയുടെയും പിണറായി സർക്കാരിന്റെയും നിലപാട് എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 2 കുട്ടികളാണ് ഹിജാബ് വിഷയത്തിൽ മുൻപ് കോടതിയെ സമീപിച്ചത്. അത് 2018 ഫാത്തിമ തസ്നി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ ഒരു കേസ്. അന്ന് ഈ കേസിലെ വിധി വന്നത് വിദ്യാർത്ഥിനികൾക്ക് പ്രതികൂലമായിട്ടായിരുന്നു.
അതായത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അന്ന് കോടതി പറഞ്ഞത് വ്യക്തി സ്വാതന്ത്ര്യവും പൊതുസമൂഹത്തിന്റെ അവകാശങ്ങളും സന്തുലനം പാലിക്കണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും ഒരു സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യവും ഒരുമിച്ച് വരുമ്പോൾ സ്ഥാപനത്തിന്റെ അവകാശങ്ങൾക്കാണ് കൂടുതൽ വില കൽപ്പിക്കേണ്ടത് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് CBSE സ്കൂളിലെ കുട്ടികളായിരുന്നു. CBSE സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ്. സ്വകാര്യ സ്ഥാപനത്തിന് അവരുടെ ചട്ടങ്ങളും നിയമങ്ങളും തീരുമാനിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അന്ന് കോടതി വിധിച്ചത്. മാത്രമല്ല ആ കാര്യങ്ങൾ പാലിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് TC വാങ്ങി മറ്റു സ്കൂളുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ കോടതിയുടെ വിധി. ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ മുസ്ലിം വിദ്യാർത്ഥികളുടെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണല്ലോ ഇപ്പോ. അദ്ദേഹം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ 2022 ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ കാര്യത്തിലായിരുന്നു. അതും സ്കൂളിലെ യൂണിഫോം തന്നെയാണല്ലോ. അന്ന് സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് മതചിഹ്നങ്ങൾ കാണിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ സർക്കാരിന് താല്പര്യമില്ല, അതിനെ സർക്കാർ എതിർക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോ ഈ ശിവൻകുട്ടിയോട് സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതെന്റെ മാന്യതയുടെ പേരിൽ ഇപ്പൊ ചോദിക്കുന്നില്ല. എന്നാലും ഈ പറഞ്ഞ 2018 കേസിന്റെ വിധിയും സർക്കാർ തന്നെ മുൻപെടുത്തിരിക്കുന്ന നിലപാടുകളും എല്ലാം കുറഞ്ഞ പക്ഷം ഈ സ്കൂളുകളെങ്കിലും അറിഞ്ഞ് ആഗോളതലത്തിൽ വർഗീയവാദികൾ നടത്തുന്ന പ്രത്യേക അജണ്ടയും മനസ്സിലാക്കി പെരുമാറണം എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാല് കുലംകുത്തികളാവരുത്.